വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, പെന്തക്കോസ്തിക്ക് ശേഷം 2-ാമത്തെ ഞായറാഴ്ച നമ്മുടെ ചിന്തക സഭ നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. 5 വാക്യങ്ങൾ, 5 ആശയങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ മത്തായി ശ്ലീഹ നമ്മളോട് അവതരിപ്പിക്കുകയാണ്. 38-ാം വാക്യം പറയും, സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. മത്തായി ശ്ലീഹ തന്റെ 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയും, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് എൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പം ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള വളരെ ലളിതമായ പരിമിതമായ ഒരു നിർദ്ദേശം, ഒരു കണ്ടീഷൻ, അനുദിന കുരിശും വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകണം. ക്രിസ്തീയ ജീവിതം, ശിഷ്യത്വ ജീവിതം ഒരു സുഖിമാന്മാരുടെ ജീവിതമല്ല, ത്യാഗത്തിൻ്റെ ജീവിതമാണ്. യേശുവിനെ പോലെ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. കാലിത്തൊഴുത്തിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ച് ഭൂമിയിൽ 1 സെന്റ് വസ്തു പോലും സ്വന്തമായിട്ടില്ലാതെ, ഭൂമിയിൽ സ്വന്തമായി ഒന്നുമില്ലാതെ അലഞ്ഞു നടന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച യേശു പറയുന്നത്, എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം ത്യജിച്ചു വരണം, കുരിശുമെടുത്തു വരണം. അനുദിന കുരിശ്, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതിനെ ഒഴിവാക്കി വരുവാനല്ല കർത്താവ് പറഞ്ഞത്, അതിനെ സ്വീകരിച്ചു വരുവാൻ, അതിനെ അംഗീകരിച്ചു വരുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുന്നവനല്ല ബുദ്ധിമാൻ, ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ. അവനാണ് ക്രിസ്ത്യാനി. ആ കുരിശ് തോളിൽ വഹിക്കണം. നമ്മൾ നമ്മുടെ കുരിശ് വരിച്ചാൽ മാത്രം മറ്റുള്ളവരുടെ കുരിശ് കൂടി വഹിച്ചുകൊണ്ട് വേണം നമുക്ക് പോകുവാനായിട്ട് സാധിക്കണം. യഥാർത്ഥ ക്രിസ്ത്യാനി. അനേക വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ചു നോക്കുകയും അവർ ജീവിച്ചതും മരിച്ചതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, ക്രിസ്തുവിനെ പ്രതിയാണ്. അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടായത് അങ്ങനെയാണ്. നമ്മൾ കുരിശിൽ വഹിക്കാതെ യേശുവിൻ്റെ പുറകെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ പലപ്പോഴും സുഖജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിലൊക്കെ പരിമിതങ്ങളായ ദുഃഖങ്ങൾ പോലും വേദനകൾ പോലും സഹിക്കാൻ മടിയാണ്. പലപ്പോഴും ഡോക്ടേഴ്സ് അല്ലെ നഴ്സസ്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ചികിത്സിക്കാൻ പ്രയാസം വൈദികരെയാണ്. ഒരു ചെറിയ ഇഞ്ചക്ഷന് പോലും അവർക്ക് പ്രയാസമാണ്. കാരണം അവർ ജീവിതത്തിൽ ഒരിക്കലും വേദനകൾ അനുഭവിച്ചിട്ടില്ല, ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടില്ല, ദാരിദ്ര്യങ്ങൾ അനുഭവിച്ചിട്ടില്ല. സുഖത്തിൻ്റെ സോപാനത്തിൽ അവർ ജീവിച്ചിരുന്നു. അപ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ അതിനെ ഒഴിവാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഏതൊരു ക്രൈസ്തവനും ക്രിസ്തുവിൻ്റെ പുറകെ പോകുമ്പോൾ കുരിശും വഹിച്ചുകൊണ്ട് പോകുവാനായിട്ട് തയ്യാറാകണം. 2-ാമത്തെ തിരുവചനം 39-ാമത്തെ വചനം പറയാണ്, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടത്തുന്നവൻ അത് കണ്ടെത്തും. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ മാറ്റിവെച്ച് ഒരു ജീവിതക്രമത്തിലേക്ക് നമ്മൾ നീങ്ങാമെങ്കിൽ, അത് നമ്മുടെ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, നമ്മുടെ തൊഴിലായിക്കൊള്ളട്ടെ, നമ്മുടെ വ്യവസായമായിക്കൊള്ളട്ടെ, നമ്മുടെ ഇൻഡസ്ട്രി ആയിക്കൊള്ളട്ടെ, ഏത് ജീവിതം ശരിയാണെങ്കിലും നമുക്കൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം, നമുക്കിങ്ങനെ ഡെവലപ്മെന്റ് വളർച്ച തോന്നിപ്പോയെങ്കിൽ ഓർത്തോണം, നാം തകർന്ന് തരിപ്പണമായി പോകും. ദൈവത്തെ കൂടാതെയുള്ള എല്ലാ പ്രവൃത്തിയും ശൂന്യമാണ്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു ജീവൻ കണ്ടെത്തുമെന്ന് വിചാരിച്ചാൽ, സ്വന്തമായൊരു വിജയം കണ്ടെത്തുമെന്ന് വിചാരിച്ചാൽ അതൊരു പരാജയമാണെന്നൊരു നഷ്ടമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതേസമയം നാം ക്രിസ്തുവിന് വേണ്ടി ജീവിതം വ്യയം ചെയ്ത് നോക്കുകയും നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ക്രിസ്തുവിനെ പ്രതിയാക്കി നോക്കുകയും
നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ക്രിസ്തു ഉയർന്നു നിൽക്കട്ടെ, മുഴച്ചു നിൽക്കട്ടെ. ക്രിസ്തുവിന്റെ ദർശനങ്ങൾ മുഴച്ചു നിൽക്കട്ടെ, ക്രിസ്തുവിന്റെ ആദർശങ്ങൾ മുഴച്ചു നിൽക്കട്ടെ, ക്രിസ്തുവിന്റെ ദർശനങ്ങൾ മുറിച്ചു നിൽക്കട്ടെ, ക്രിസ്തുവിന് സാക്ഷിയായി മാറട്ടെ. ആ ജീവിതം ഒരിക്കലും പരാജയപ്പെടുത്തില്ല. ഇന്ന് നമ്മൾ ആയിരക്കണക്കിന് വിശുദ്ധരെ ഓർക്കുന്നെങ്കിൽ ആ വിശുദ്ധരൊന്നും നമ്മൾ കണ്ടിട്ടുള്ളവരല്ല, നമ്മൾ കേട്ടിട്ടുള്ളവരല്ല, നമുക്ക് അറിയാത്തവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം വ്യയം ചെയ്തപ്പോൾ, ജീവിതം നശിച്ചപ്പോൾ, ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ അവരെയൊക്കെ എത്ര വലിയ മഹത്വത്തോടെ നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഗീവർഗീസ് സഹതയായാലും കൊള്ളാം, സ്തെഫാനോസ് ആയാലും കൊള്ളാം, കൊച്ചുത്രേസ്യ ആയാലും കൊള്ളാം, അല്ലെങ്കിൽ അപ്പസ്തലന്മാരെല്ലാവരും ആയാലും കൊള്ളാം, ഇവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിതം കളഞ്ഞവരാണ്. അവർക്ക് ആ ജീവിതം സ്വന്തമായി ജീവിതം നടത്തിയവരൊക്കെ ഈ ലോകത്തിലെ വലിയ വലിയ രാജാക്കന്മാരും ഭരണാധികന്മാരും വലിയ സിനിമാ നടന്മാർ വലിയ വലിയ ആളുകളെല്ലാം നടത്തി അവരെല്ലാം അവരുടെ ജീവിതത്തോടെ തീർന്നു. പിന്നീട് അവർക്കൊരു ഓർമ്മയില്ല. അവർക്ക് യവനിയുടെ ഉള്ളിൽ മറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിശബ്ദരാണ്. അതേസമയം ഒരു വിശുദ്ധൻ കർത്താവിനോട് ജീവിച്ചു കഴിയുമ്പോൾ അവൻ ഈ ലോക ജീവിതം കഴിയുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്, എല്ലാവരും അറിയുന്നത്, അന്വേഷിക്കുന്നത്, അവൻ്റെ പിറകെ പോകുന്നത്, അവനെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്, ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ അവനിലൂടെ ലോകത്തിലേക്ക് വഴിഞ്ഞൊഴുകുന്നത്. 40-ാം തിരുവചനം, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്നേഹിക്കുന്നു. വലിയൊരു ബന്ധമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനും ക്രിസ്തുവുമായിട്ടും ക്രിസ്തുവും ദൈവവുമായിട്ടുള്ളൊരു ബന്ധം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തിൽ കർത്താവ് പറയും, ഞാൻ സാക്ഷാത്തായ മുന്തിരി, നിങ്ങളതിന്റെ ശാഖകളുമാകും. ആഴമുള്ളൊരു ബന്ധമാണ് ശാഖയും മുന്തിരിയും തമ്മിലുള്ളത്. ഇതുപോലൊരു ബന്ധമാണ് ക്രിസ്തുവും നമ്മളും തമ്മിലുള്ളത്. ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടികളായി തീരുകയാണ്. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മളെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മൾ പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്നു. ആ ദൈവവും ക്രിസ്തുവും നമ്മളുടെ ബന്ധത്തിന്റെ മഹത്വമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെയും, നമ്മൾ ഒറ്റയ്ക്കുള്ളവരല്ല. ത്രിത്വൈക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ഒരു ത്രിത്വൈക ദൈവം അതൊരു കൂട്ടായ്മയായിരിക്കുന്ന പോലെ സമൂഹവും ക്രിസ്തുവിനടുത്തൊരു കൂട്ടായ്മയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഒറ്റയ്ക്കൊറ്റയ്ക്കൊരു വിശുദ്ധീകരണമില്ല, കൂട്ടായ്മയിലാണ് നമ്മൾ വിശുദ്ധീകരണം കണ്ടെത്തുന്നത്. നാം നമ്മുടെ ദേവാലയത്തിൽ, നമ്മുടെ മാമോദീസമുഖ്യ ദേവാലയത്തിൽ, നമ്മുടെ സ്വന്തം ദേവാലയത്തിൽ ഈ ഒരു വിശുദ്ധീകരണം നേടിയെടുക്കുവാൻ സാധിക്കണം, ഈ ഒരു ഐക്യം നേടിയെടുക്കാൻ സാധിക്കണം, ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കണം, ക്രിസ്തീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോയി അനുഗ്രഹം പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്കത് ലഭിക്കത്തില്ല. 41-ാമത്തെ തിരുവചനം പറയുകയാണ്, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നതിന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്ന നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അതായത് ഒരു പുരോഹിതനാണെന്ന് ഒറ്റ കാരണം കൊണ്ട് പലപ്പോഴും നമുക്ക് പുരോഹിതന്മാരെ ചെറുതായിട്ട് കാണാൻ തോന്നും. കാരണം നമുക്ക് അവരുടെ അപ്പനെ അറിയാം, അമ്മയെ അറിയാം, കുടുംബം അറിയാം, വലിയ മഹിമയൊന്നുമുള്ളവരെല്ലാം. യേശുക്രിസ്തു നസറത്തിൽ ചെന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇവനെ തച്ചന്റെ മകനല്ലേ? അവർക്കൊരു പുച്ഛമായിരുന്നത്. കാരണം തച്ചൻ വില കുറഞ്ഞവൻ, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളില്ലാത്തവൻ. നമ്മളിൽ ബഹുഭൂരിപക്ഷം നമ്മുടെ അച്ഛന്മാരും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ വലിയ സ്ഥാനമാനങ്ങളൊന്നും ഉള്ളവരൊന്നുമല്ല, നമ്മൾ വലിയ വലിയ പണക്കാരുടെയോ വലിയ സ്ഥാനമാനമുള്ളവരുടെ ഒന്നും മക്കളൊന്നുമല്ല. നമ്മൾ സാധാരണക്കാരുടെ മക്കളാണ്. വല്ല അധ്യാപകന്റെയോ വലിയ റബ്ബർ വെട്ടുകാരൻ്റെയോ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെയോ ഒക്കെ സാധാരണ മനുഷ്യരുടെ മക്കളാണ് വൈദികരായിട്ട് വരുന്നത്. പക്ഷെ അവരെ നാം സ്വീകരിക്കുമ്പോൾ അവരെ സ്വീകരിക്കേണ്ടത് ഓട്ടക്കാരൻ്റെ മകനായിട്ടല്ല, മറിച്ച് ഒരു പുരോഹിതനായിട്ട്, ഒരു പ്രവാചകനായിട്ട്, ഒരു നീതിമാനായിട്ട് നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്ന പ്രവാചകന്റെ അനുഗ്രഹവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ അനുഗ്രഹവും കിട്ടും. അപ്പോൾ ഒരു പുരോഹിതരെ നാം സ്വീകരിക്കുമ്പോൾ അവന് കിട്ടുന്ന അനുഗ്രഹം പുരോഹിതന്റെ അനുഗ്രഹങ്ങളാണ് അവന് കിട്ടുന്നത്. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത വലിയൊരു സത്യമാണ് ഇത്. പ്രിയ സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ദൈവ ശുശ്രൂഷയെ നാം ചെറുതായി കാണരുത്. ദൈവ ശുശ്രൂഷയിൽ ഇടപെടുന്നവരെ ഒന്നും ചെറുതായി കാണരുത്. അവരൊക്കെ ദൈവത്തിന്റെ പ്രതിനിധികളാണ്, ദൈവത്തിന് പകരം നിൽക്കുന്നവരാണ്, ദൈവകൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുന്നവരാണ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങിച്ച് നമുക്ക് നൽകുന്നവരാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവസാനമായി 42-ാം തിരുവചനം പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയും. ഇതൊരു വലിയ വാഗ്ദാനമാണ്. യേശുവിൻ്റെ ഒരു ശിഷ്യനാണെന്ന് ഒറ്റ കാരണം കൊണ്ട് ഒരാൾക്കുള്ള പച്ചവെള്ളം കൊടുത്താൽ
നോക്കിക്കേ, അവനെ നാം കരുതിയാൽ, അവനെ നാം സ്നേഹിച്ചാൽ, അവനെ നാം പരിഗണിച്ചാൽ, അവന് ഭക്ഷണം കൊടുത്താൽ, അവന് വസ്ത്രം കൊടുത്താൽ, അവന് പാർപ്പിടം കൊടുത്താൽ, അവന് ജീവിത സാഹചര്യങ്ങൾ കൊടുത്താൽ, അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ല കർത്താവ് പറയുന്നത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ നമുക്ക് അനുഗ്രഹം നിഷേധിക്കപ്പെടത്തില്ല. കാരണം ദൈവ ശുശ്രൂഷയ്ക്ക് ഇറക്കപ്പുറപ്പെട്ടവര് ആ ദൈവത്തിന്റെ സ്വത്താണ്. അവരെ കരുതുന്നവനെ ദൈവം കരുതും. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, 5 കാര്യങ്ങളാണ് ഇവിടെ സഭയിൽ നിന്ന് നമ്മളോട് പറയുന്നത്. ഒന്നാമതായിട്ട് കുരിശെടുത്ത് യേശുവിന്റെ പുറകെ പോകണം. രണ്ടാമതായിട്ട് പറയുകയാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിനോടൊത്ത് നേട്ടമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് പറയുകയാണ് നമ്മെ സ്വീകരിക്കുന്നവനെ ദൈവത്തെ സ്വീകരിക്കുന്നവനെ പോലെ തന്നെ ദൈവം കണക്കാക്കും. പ്രവാചകനെ സ്വീകരിക്കുന്നതിന് പ്രവാചകന് അനുഗ്രഹങ്ങൾ ലഭിക്കും. ഏറ്റവും ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന രീതിയിൽ ഉള്ള വെള്ളം കൊടുത്താൽ പോലും പ്രതിഫലം കിട്ടും. ഈ സത്യങ്ങളെല്ലാം പറയുന്ന ഇതാണ് ദൈവ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ചാണ്. നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ ആ ക്രിസ്തീയതയുടെ മഹത്വത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയതയെ നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കത്തില്ല. പേരിൽ ക്രിസ്ത്യാനി അല്ലാതെ ജീവിക്കുന്നവരുണ്ട്. പേരുകൊണ്ട് പോലും ക്രിസ്ത്യാനെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വസ്ത്രധാരണം കൊണ്ട് ക്രിസ്ത്യാനെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ചരിവുകൾ കൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ചില സമൂഹങ്ങളുണ്ട്, അവരെല്ലാ പ്രകാരത്തിലും അവരവരുടെ മതത്തിൽപ്പെട്ടവരാണെന്നവരെ ആ ലോകത്തെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു സാക്ഷ്യമാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ, ക്രിസ്തുവിന് സാക്ഷിയായിട്ട് നിന്റെ പേര് വഴി, നിന്റെ പെരുമാറ്റം വഴി, നിന്റെ ജീവിതം വഴി, നിന്റെ വസ്ത്രധാരണം വഴി, നിന്റെ വാക്കുകൾ വഴി എല്ലാം ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാൻ നിനക്ക് സാധിക്കട്ടെ. അങ്ങനെ നീ ജീവിക്കുമ്പോൾ നിനക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പ്രതിഫലത്തിന് നമ്മളെല്ലാവരും അർഹരാകട്ടെ. ഉത്തമമായ ക്രൈസ്തവ ജീവിതം നയിച്ച് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.